കേരളമുണ്ടായ കാലം മുതൽ പറ്റിക്കപ്പെടുന്ന ഒരു മേഖലയാണിത്. ഇന്നും ഇതിൽ പറ്റിക്കപ്പെടുവാനും പറ്റിക്കുവാനും ഒരുപാട് ആളുകളുണ്ട്. ഇനി HIR പോകുന്നത് മറ്റൊരു തട്ടിപ്പിലേക്കാണ്. TV-യിൽ കാണുന്ന ടെലി മാർക്കറ്റിംഗ് തട്ടിപ്പ്. നമസ്കാരം. നമ്മുടെ ജ്യോതിശാസ്ത്ര ജീവിതത്തിൽ നമ്മുടെ ഋഷിവര്യന്മാർ ഒരുപാട് കാര്യങ്ങൾ ഒപ്പിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മളിലേക്ക് എപ്പോഴും ഒരു ഗ്രഹം നോട്ടം വയ്ക്കുന്നുണ്ട്. ഈ ഗ്രഹത്തിൻ്റെ നോട്ടം വീഴുമ്പോൾ നമ്മുടെ ജീവിതവും വീഴുന്നുവെന്നാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ പറയുന്നത്. ഈ ഗ്രഹത്തിൻ്റെ നോട്ടം കാരണം നമ്മുടെ ജീവിതം നെട്ടോട്ടം ഓടേണ്ടി വരുന്നു. ഇതിനുള്ള ഏക പരിഹാരമാണ് അരപ്പിരിശങ്ക്. ഈ അരപ്പിരിശങ്ക് നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധി, പ്രശസ്തി, പണം, ആരോപണം എന്നിവയെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൈവരുന്നതാണ്. പിന്നെ എന്തിനിത് വേണ്ടെന്ന് വെക്കണം? ഇതിൻ്റെ വില വെറും 2999 രൂപ മാത്രം. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നത് കീറാമുട്ടി മേൽശാന്തി സിലേഷ് നമ്പൂതിരിപ്പാട്. ഈ അരപ്പിരിശങ്ക് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ സാധനം കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നാം പറഞ്ഞു വരുന്നത്, ഈ അരപ്പിരിശങ്ക് വാങ്ങി നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമാണ്, ഉന്നമനമാണ് കുടുംബത്തിൽ സംഭവിക്കുക. അത് ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അസ്പഷ്ടേന ദൃഷ്ടി സ്ത കുടുംബസ്ഥേന ഗ്രഹ ഭരണസ്ഥ. ഈ ഗുണസ്ഥ ആ റൂട്ടിലാണ് സാധനം പോണത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ 5 വയസ്സുകൾ നമ്മൾ നട്ടം തിരിഞ്ഞ് നമ്മൾ ഒരു രക്ഷയില്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ അങ്ങനെ വരുന്ന സമയങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അരപ്പിരിശങ്ക് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്ക് ഉന്നമനമാണ്. അതുകൊണ്ട് ഞാൻ ഈ അരപ്പിരിശങ്ക് എൻ്റെ കുടുംബത്തിൽ സ്ഥാപിച്ചതിന് ശേഷം എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് ജോലിയാണ് എനിക്ക്. അപ്പം പറഞ്ഞു വന്നാൽ അസ്പഷ്ടേന, ഇത്രേ ഉള്ളൂ കാര്യം. ഞാൻ ഡോക്ടർ ഗോകുൽദാസ് കർത്ത. എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ഈ അരപ്പിരി ശങ്കിനെ കുറിച്ചാണ്. ഈ ശംഖ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ദിശയിൽ ഇതിലൂടെ വായു കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്ന റൂമിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധിക്ക് ഈ ശംഖ് കാരണമാകുന്നു. എൻ്റെ അടുത്ത് ശംഖ് പോലും ഇല്ലാതെ വന്ന ഒരുപാട് രോഗികളെ ഈ ശംഖ് ഉപയോഗിച്ച് ഞാൻ ഗുണപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്ക് കാരണം എൻ്റെ ഈ അരപ്പിരി ശംഖാണ്. ജയ് അരപ്പിരി ശംഖ്. നിങ്ങളിപ്പോൾ ഈ കണ്ട ശംഖിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ശംഖിന്റെ ചങ്കും കരളുമായ ഈ ശംഖിന്റെ ഓണർ, ഹോൾസെയിൽ ഡീലർ പാഞ്ചജന്യം ശങ്കുണ്ണിമാഷ് ശംഖുമുഖത്തുനിന്ന് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. വിളിച്ചിട്ട് പോലുമില്ല. എങ്ങനെ വന്നെന്നാണ് ഞാനും ആലോചിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സർ, ഇത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്കൊന്ന് വിവരിക്കാമോ, ഇതിന്റെ അത്ഭുത സിദ്ധികൾ? ഈ ശംഖിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഈ ശംഖ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കുന്നുകൂടും. ഐശ്വര്യ സമ്പൽ സമൃദ്ധി എല്ലാം നമ്മുടെ വീട്ടിൽ കുമിഞ്ഞു കൂടും. കോടികളും ലക്ഷങ്ങളും നമ്മുടെ വീട്ടിൽ കുമിഞ്ഞു കൂടിയിട്ട് നമ്മളുടെ കുട്ടികൾക്ക് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. എന്താണ് സാറിന്റെ ഈ രൂപത്തിനോട് ഈ കോട്ടും ഈ ജൂഫായും ഈ ഷൂസും ഒന്നും അങ്ങോട്ട് ശബ്ദമായിട്ട് മാച്ച് ചെയ്യുന്നില്ലല്ലോ. എൻ്റെ ശബ്ദം കുട്ടിക്കാലം മുതൽ ഭയങ്കരമായിട്ടുള്ള ബേസാണ്. ആളുകൾക്ക് കേൾക്കുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ശബ്ദമാണ്. ആളുകൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയാണ്. ജന്മസിദ്ധമായി കിട്ടിയ ഒരു കഴിവാണ്. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് കാര്യമില്ല. കഴിവാണ് എന്തായാലും കിട്ടിയത്. നടക്കട്ടെ, പറഞ്ഞോളൂ. ഈ ശംഖിന് വെറും 2999 രൂപ വില മാത്രമാണ് വില. ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയെ പറ്റി പറഞ്ഞില്ലേ. കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയെ മാറും. കാരണം ഐശ്വര്യം നമ്മൾ ഇതിൻ്റെ ഈ ശംഖ് വിട്ട് തമ്പായി നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് നമ്മുടെ വലിയ ലെവലിലേക്ക് എത്തും. അതുകൊണ്ട് ഈ വിലയുള്ള ശംഖ് നിങ്ങൾ എടുത്താൽ മതി. എടുത്തോളൂ. അയ്യേ, എനിക്ക് വേണ്ട. വെറും 2999 രൂപ വിലയുള്ള ശംഖ് എനിക്ക് വേണ്ട. ഞാൻ നമ്മുടെ ഇരിപ്പ് വശം വെച്ചിട്ട് നമ്മുടെ ബന്ധം വെച്ച് ഞാൻ നിങ്ങൾക്ക് വെറും
സന്തോഷിച്ചോളൂ. 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്നു. ആണോ? എനിക്ക് വേണ്ട. നിങ്ങൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലയോ? നിങ്ങൾ 1500 രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കോടാലി, ഇതെനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. 100 തവണ ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേണ്ട. നിങ്ങൾക്കിത് വേണ്ട. വേണ്ട. പോട്ടെ, വിട്ടോ വിട്ടോ വിട്ടോ. 1000 മുറിക്കാം. 1000 മുറിക്കാം. 1000 രൂപയ്ക്ക്, വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? കാപ്പി പറഞ്ഞോളൂ. എന്നെ ഇത്ര നിർബന്ധിച്ച് ഇത്ര വില കുറച്ച് എന്തിനാണോ ഇത് വിൽക്കുന്നത്? പൈസക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അതാണ് നമുക്ക് ചെറിയ സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കാണ്. 1000 രൂപ. ഇറങ്ങടോ, ഇറങ്ങടോ. ഈ ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്ന മാന്യ യാത്രക്കാരുടെ 9 പേരടങ്ങുന്ന ഒരു കുടുംബം നോക്കുന്ന അത്രയും ചുമലിലേൽക്കുന്ന ഒരത്ഥാണിയാണ്. 3 കുട്ടികൾക്കുള്ള ഭക്ഷണം അച്ഛൻ, അമ്മ, ചേച്ചി, അളിയന്മാർ, പെങ്ങന്മാർ എല്ലാവരും എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങൾ തരുന്ന ഈ കാശ് കൊടുത്തിട്ട് വേണം എനിക്ക് അവരെല്ലാം നോക്കാൻ. എല്ലാവരും സഹകരിക്കണം. പ്ലീസ് 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 എല്ലാവരും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു കാർഡ് കൊണ്ട് എൻ്റെ മടിയിലിടും. പാറക്കഷ്ണം വീണതാണെന്ന് പറഞ്ഞു. ഇല്ലയോടാ? ഇറങ്ങാം, ഇറങ്ങാൻ. 1000 രൂപക്ക് ഞാൻ പറഞ്ഞ കളിക്കുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട ചങ്ക. ഓക്കെ, വിട്ടു. നിങ്ങൾ പെണങ്ങണ്ട. നിങ്ങളൊന്ന് മുഖത്തേക്ക് നോക്കൂ. ചങ്ക വേണ്ട, ചങ്ക വേണ്ട. ചങ്ക് വേണ്ടെങ്കിൽ വേണ്ട. ചങ്കിലേക്ക് പ്രശ്നം പോട്ടെ. പോട്ടെ. 1000 രൂപ കടം തന്നൂടെ? 1000 വെറുതെ. അവസ്ഥ മോശമായിട്ടാണ്. ഞാൻ യാചിക്കുന്നു. പേനെടുത്ത് ഞാൻ കണ്ണിനെറിഞ്ഞ് ഞാൻ പിടിപ്പിക്കും. ഇറങ്ങാനാ പറഞ്ഞു. തുടിയാന്നു. ആ കോട്ട് ഒരു വിറ്റാ കിട്ടുമല്ലോടാ 1000 രൂപ. ഇനി അത് അവൻ്റെ തന്നെയാണോ എന്ന് ആർക്കറിയാം. എങ്ങാണ്ടൊന്നും മോട്ടിച്ചോണ്ട് വന്ന ഭ്രാന്തരൊക്കെ കണ്ടില്ലയോ? 1000 രൂപ പോലും ഈ ചങ്കിന്റെ മുതലാളിക്ക് എടുക്കാനില്ല. ചങ്ക് മേടിച്ച് വീട്ടിൽ വെച്ച കാശ് കുമിഞ്ഞു കൂടും അത്രേ. എന്നാ പിന്നെ ഇവർക്കൊക്കെ പണിക്ക് പോകാതെ ചങ്കം മേടിച്ചോണ്ട് വീട്ടിൽ ഇരുന്നാ പോരെ? കാശ് കുമിഞ്ഞു കൂടത്തില്ലേ? എന്തിനാണ് കാശ് മുടക്കി മാർക്കറ്റ് ചെയ്യാൻ നടക്കുന്നത്? ഇതൊക്കെ നമ്മുടെ മലയാളികളുടെ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കില്ലല്ലോ. അതാണ് കാര്യം. ഇനി SCR പോകുന്നത് ഒരു സൈബർ തട്ടിപ്പ് കേസിലേക്കാണ്. നമുക്ക് കാണാം. ഇല്ല, എനിക്ക് കാണണം. ഫേസ്ബുക്കിലൂടെ എല്ലാം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പുതിയ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ടോട്ട് തന്നുമില്ല. വീഡിയോ കോൾ ചെയ്തോട്ട് എടുക്കത്തുമില്ല. എനിക്ക് ഇന്നെ കാണണം. എടുക്കാനുള്ള എനിക്ക് ഇന്നെ കാണണം. ഞാൻ വരും. മാസങ്ങളോളം ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത കാമുകനെ അവസാനം അവൾ തപ്പി കണ്ടുപിടിച്ചു. അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ചെടുത്ത് ചാറ്റ് ചെയ്ത ആ മൂർത്തിയുടെ പൂർണ്ണ രൂപം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുകയല്ല, അതുകൊണ്ടായിരിക്കും. SCR ഇനി നാളെ നമുക്കും പറ്റിപ്പോയേക്കാവുന്ന ഒരു പറ്റിക്കലിനെ കുറിച്ച്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. സോറി, ഗുഡ് നൈറ്റ്. ആരാ? നമസ്കാരം. എന്നോടാണോ? നമസ്കാരം മാഡം.
മാഡം ഞങ്ങൾ കുറച്ച് ജൈവ പച്ചക്കറികൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അയ്യോ പച്ചക്കറി ഒന്നും വേണ്ട, ഇവിടെ ഉണ്ട്. അയ്യോ ജസ്റ്റ് മാഡം ഒന്ന് നോക്കണം മാഡം പ്ലീസ്. പച്ചക്കറി വേണ്ടേ? ഈ ടൈപ്പ് പച്ചക്കറിയാണ് നമ്മളിവിടെ അയ്യോ വേണ്ട പച്ചക്കറി വേണ്ടേ? എന്നാ ജൈവസാരി 2 എടുത്താലോ? ജൈവസാരിയാ? അതായത് ശരീരത്തിന് യാതൊരുവിധ ഉപദ്രവവും ഇല്ലാത്ത ഒരു തരം സാരിയാണ് ഈ ജൈവ സാരി എന്ന് പറയുന്നത്. കൂടെ ജൈവമുണ്ടുണ്ട്. ജൈവം ഉണ്ടോന്നല്ല, ജൈവമുണ്ട്. ജൈവമുണ്ട്. ജൈവമുണ്ട് മാത്രമല്ല, ജൈവ നൈറ്റി ഉണ്ട്, ജൈവ സാരി ഉണ്ട്, ജൈവ പൊട്ടുണ്ട്, ജൈവ വളയുണ്ട്, ജൈവ കമ്മലുണ്ട്, ജൈവ പുട്ടുപൊടിയുണ്ട്, ജൈവ അച്ചപ്പമുണ്ട്, കുടലപ്പമുണ്ട്, എല്ലാം ഉണ്ട്. ജൈവ നിർത്തിക്ക് നിങ്ങൾ എന്താ എല്ലാം ഈ ജൈവ കൂട്ടി പറയുന്നത്? മാഡം ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ വിറ്റ് പോകണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ജൈവം എന്ന് ചേർത്താൽ മതി മാഡം. ഫോർ എക്സാമ്പിൾ, നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മരുന്നടിച്ചിട്ടുള്ള പച്ചക്കറിയാണല്ലോ വാങ്ങുന്നത്, അതിന് ജൈവം ചേർത്തെന്ന് ആൾക്കാർ ചാടി മേടിക്കുന്നുണ്ടല്ലോ. അത് ആണല്ലേ? എന്തായാലും തൽക്കാലം ഇതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. അല്ല അങ്ങനെ പറയല്ലേ ജൈവം ചേച്ചി. ഞാൻ ഞാൻ പറഞ്ഞു മാഡം അധികം ഇപ്പൊ പച്ചക്കറി വേണ്ട എന്ന് വിചാരിക്കുക, ഇൻ കേസ് അത് വേണ്ട എന്ന് വിചാരിച്ച കുഴപ്പമില്ല, ഒരു ജൈവ മിക്സി വാങ്ങിച്ചുകൂടെ? ജൈവ മിക്സി? പ്ലാസ്റ്റിക്കിന്റെ മാലിന്യമില്ലാത്ത ജൈവ മിക്സി. ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അയ്യോ മാഡം, ഇതാണ് നിങ്ങളെ പോലുള്ളവരുടെ കുഴപ്പം. ഇപ്പം ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? മാഡത്തിന് വാങ്ങിക്കാവുന്ന ഒരു ചെറിയ കാര്യമല്ലേ ഇതുള്ളൂ. ചേച്ചിയെ കണ്ടറിയ ഈ വീടിന്റെ നായിക ചേച്ചിയാണ്. ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ എന്റെ കാശ്. എന്റെ പൊന്നു ചേച്ചി, വെറും 3000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. ഇത് ഫ്രീ ആണ്. ഇതുണ്ടല്ലോ ഫ്രീ. അതൊരു പണിയാ, നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വാ. അയ്യോ നാളെ വരാൻ പറ്റില്ല മാഡം. ഇത് കണ്ടോ, ഓഫർ ആണോ? എന്താ ഓഫർ? ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മാഡം ഞങ്ങൾക്ക് 1500 രൂപ തരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മിക്സി മാഡത്തിന് തരുന്നു. ബാക്കി പൈസ മാഡം 3 ഘടകങ്ങളായിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി. മിക്സി ഒന്ന് കാണിച്ചേ. വേണമായിരുന്നു ചേട്ടൻ, ഞാൻ പറഞ്ഞു. ഇപ്പൊ ചേച്ചി ആഗ്രഹിച്ച സംഭവം വീട് തേടി വന്നിരിക്കുകയാണ്. കാണിക്കോ, നല്ലോണം കാണിക്കോ. ഫ്രീ ഓഫറൊക്കെ ഫ്രീ കണ്ടോ, ഇത് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെയാണ്. ഇതാണ് നമ്മുടെ ഓഫറിന്റെ ഇത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. എന്നാലും ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് കാശ്. എന്റെ പൊന്നു ചേച്ചി, അടുക്കളയ്ക്കകത്ത് നിന്ന് നോക്കി എങ്ങനെയാലും തപ്പി പ്രക്രിയ 10,500 രൂപ കിട്ടും. ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ കിട്ടില്ല. ഞാൻ നോക്കട്ടെ, നിങ്ങൾ ഇവിടെ നിൽക്കും. ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കി കാണും. ഈ ഏരിയ കൊള്ളാം കേട്ടോ. അത് ഇവിടെ ഏതായാലും ചിലപ്പോൾ ജൈവ കൃഷി നടക്കാൻ സാധ്യതയുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്താ 1500 രൂപ. താങ്ക് യു മാഡം. വാറണ്ടി കാർഡ്, നമ്പർ എല്ലാം ഉണ്ട്. എന്തെങ്കിലും സർവീസിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ മാഡത്തിന് ഇതിനകത്ത് ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ കോൺടാക്ട്. നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. നമ്മൾ ഞങ്ങളുടെ സർവീസിന് ആൾ വന്നത് സർവീസ് ചെയ്ത് തരും. ഓക്കെ, കാര്യങ്ങളില്ല. അപ്പം 3 ഗഡുക്കളായിട്ട് ബാക്കിയുള്ള പൈസ അടച്ചാൽ മതി. ഓർമ്മ വേണം, ആള് വരും. മുൻപേ ഞങ്ങൾ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ ശരി ശരി. ഒന്ന് എടുത്തോട്ടെ. ഒരു ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പിടിച്ചാട്ടെ. ഓക്കെ, താങ്ക് യു മാഡം. ശരി ശരി. ഹലോ, ആ ചേട്ടാ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ പോവായിരുന്നു. ഞാനൊരു മിക്സി മേടിച്ച്. ഇല്ല, ഫുൾ പേയ്മെൻ്റ് ഒന്നും കൊടുത്തില്ല. ആദ്യം 1500 രൂപ കൊടുത്താൽ മതി, ബാക്കി 1500 രൂപ 3 ഘടകങ്ങളായിട്ട് കൊടുത്താൽ മതി. നല്ലതാ. ഞാൻ ചേട്ടനോട് എത്ര ദിവസമായിട്ട് പറയും ഒരു മിക്സി വേണമെന്ന്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കെ കൊണ്ടുവന്നതല്ലേ. ഞാൻ പുറമേ നോക്കിയത്. ഇല്ല, ഞാൻ ഓണാക്കിയൊന്നും നോക്കിയില്ല. നല്ലതായിരിക്കും. ഒരു മിനിറ്റ് ചേട്ടാ, അവരെ ഇത് വരുന്നുണ്ട്, മിക്സ് തന്നവരെ. ഇപ്പോൾ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. എന്ത് പറ്റി? ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, അത് ഡീൽ ചെയ്ത് ചേച്ചി പോലെ ഒരാളാകുമ്പോ പറയാലോ ഞങ്ങൾക്ക്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മുഴുവൻ നടന്ന് ഓർഡർ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടില് ഒരു ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിനെ പോലെ ചേച്ചിന് അത്രയും ഒരു സൗന്ദര്യം ഇല്ല, ഇച്ചിരി കറുത്തിട്ട് തടിച്ച ഒരു ചേച്ചി. ശശികല ചേച്ചിയോ? ശശികല ചേച്ചി. അപ്പൊ അവരുടെ വീട്ടിൽ നമ്മൾ ഓർഡർ എടുത്തായിരുന്നു. അപ്പം ഓർഡറൊക്കെ അവർ തന്നു, പക്ഷെ അവർക്ക് മിക്സി ഒന്ന് കാണണമെന്ന്. ഇല്ലാതായി പോയി. ഒന്ന് കാണിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. കാണാനാണെങ്കിൽ പെട്ടെന്ന് കാണിച്ചിട്ട് കൊണ്ടുപോവാ. ഓ സന്തോഷം. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഉടനെ കേട്ടോ. താഴത്തെ വീട്ടിലെ ശശികല ചേച്ചിയുടെ വീട്ടില് കേട്ടോ, കാണിച്ചിട്ട്. എന്തു നല്ല പിള്ളേരാ. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ചുറുചുറുക്കുള്ള പിള്ളേരെ കാണാൻ കിട്ടുമോ? കാണാനൊരു മെനയില്ലേലും.